അങ്ങനെ ബാറ്റിംഗ് തുടങ്ങിയതിന് ശേഷം വിക്കറ്റുകൾ പറപറ വീഴുന്നു. ഇപ്പോൾ 7ാമത്തെ വിക്കറ്റ് വീഴാനുള്ള ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഴും. പിന്നെ 8, 9, 10 എണ്ണമാണുള്ളത്. അപ്പോൾ തോക്കും കളി. അപ്പോൾ അയ്യപ്പനാണ് ഒരു വശത്ത് നിന്ന് ബാറ്റ് ചെയ്യണം. അത് അയ്യപ്പൻ ഭയങ്കര കുറേ സിക്സൊക്കെ അടിച്ച് വലിയ സ്കോർ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തുള്ളവർ വന്ന് പറപറ വീഴുകയാണ്. ആദ്യം വീണത് പോറ്റി വീണു. പിന്നെ അടുത്ത മുരാരി ബാബു വീണു, ജഗദീഷ് വീണു, മറ്റവൻ വീണു, മർച്ചവൻ വീണു, ബിജു വീണു, ബൈജു വീണു, ജയശ്രീ വീഴോ ഇല്ലെന്നറിയാം. അങ്ങനെ പറഞ്ഞ് അങ്ങനെയായി. അടുത്ത വിക്കറ്റായിട്ട് പത്മകുമാർ വീണു. അപ്പോൾ പിന്നെ എൻ വാസു അതിന് മുമ്പ് വീണു. എൻ വാസു വീണു, പത്മകുമാർ വീണു, രാജീവ് കണ്ഠരര് വീണു, മോഹന കണ്ഠരര് വീണു. കടകംപള്ളി സുരേന്ദ്രൻ വീഴാൻ പോകുന്നു. ആ വിക്കറ്റ് വീഴാൻ പോകുന്നു. അടുത്തിന് വീഴാൻ പോകുന്ന വിക്കറ്റ് 2 എണ്ണമാണ് ഇനി ഇറങ്ങാനുള്ളവർ. പക്ഷേ അങ്ങനെ ബാറ്റിംഗ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരല്ല. ഡക്കിലൊക്കെ പലപ്പോഴും പോകുന്നവരാണ്. ഒന്ന് പ്രശാന്തുമുണ്ട്, പിന്നെ വാസവനുമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 വിക്കറ്റും വീഴും. ഇതിനകത്ത് പോറ്റി, തന്ത്രി, മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാം മുന്നുമാണ്. സകല മുന്നിനെയും പിടിച്ചിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ്, മുൻ അഡ്മിനിസ്ട്രേറ്റർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ്, മുൻ സെക്രട്ടറി, മുൻ കമ്മീഷണർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, പിന്നെ അതുപോലെ മുൻ മന്ത്രി എല്ലാം മുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള ആരുമില്ല. ഇപ്പോൾ ഉള്ളവർ ജയകുമാർ KJMR പിടിക്കാൻ പറ്റത്തില്ല, അതൊരു വഴിക്ക് പോകുന്നു. പക്ഷേ അതേസമയം പിന്നെ പിടിക്കാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹം തെറ്റൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. അദ്ദേഹം IAS കുറച്ചുകൂടി സാത്വികനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിനെ പിടിക്കാനും പറ്റുന്നില്ല, പിടിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പിടിക്കേണ്ടത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് വാസവനെയാണ്. വാസവനെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ വാസവനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊഴിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പേരിലേക്ക് നീളുന്ന അതീവ ഗുരുതരമായ ഒരു സംശയം. അപ്പോഴാണ് ശരാശരി മലയാളിക്ക് ഒരു സംശയം, ഇതെങ്ങനെ ഒപ്പിച്ചടാ അപ്പി? കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും, കാര്യം വിജിലൻസ് കയ്യിലിരിക്കുന്നു, ആഭ്യന്തരം കയ്യിലിരിക്കുന്നു, പോലീസ് സംവിധാനവും പട്ടാളവും എല്ലാം കയ്യിലിരിക്കുന്ന ഭരണകൂടവും പിണറായി വിജയനും ഇരട്ടച്ചങ്കനും ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ അപ്പി ഇത് ഒപ്പിച്ചതെന്നാണ്. അതായത് ഒരു ശശിധരൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനോ മറ്റോ ആണെന്ന് തോന്നി ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്, SIT. അതുപോലെ വെങ്കടേഷ് തമിഴാണെന്ന് തോന്നുന്നു, മലയാളിയെല്ലാം തോന്നുന്നു. അപ്പോൾ കുറച്ചൊരു പിന്നെ ഭക്തി മാർഗമൊക്കെ ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനോട് വലിയ താല്പര്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ രസകരമായിട്ടാണ് ശബരിമല അന്വേഷണം പോകുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കേരള ഹൈക്കോടതി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് ഡിസംബർ 3 കോടതിയിൽ വരും. അത് വരുമ്പോഴാണ് നല്ല പുകയായിട്ടുള്ള നല്ല റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, തന്ത്രിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തൻ്റെ കീച്ചമ്പറമ്പിൽ വീട്ടിൽ വന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ തന്ത്രി പോയിട്ടുള്ളത്, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുള്ളത് തന്ത്രിയുടെ വീട്ടിലാണ്, താഴ്മൻ ഇല്ലത്തിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞ് എന്തായാലും വളരെ രസകരമായി, മനോഹരമായി, സുന്ദരമായി, ആനന്ദത്തോടു കൂടി തന്നെ തന്ത്രിയും മന്ത്രിയും സകല പേരും അകത്താവുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അയ്യപ്പനെ തൊട്ടവരൊക്കെ, അയ്യപ്പൻ്റെ അവിടെ കിടന്ന് ബഹളം കാണിച്ചവരൊക്കെ എല്ലാവരും അകത്ത് പോകുന്നതാണ് കാണുന്നത്. നല്ല രസകരമായൊരു ഘോഷയാത്രയുണ്ട്. ശവമഞ്ച ഘോഷയാത്ര എന്ന് പറയും പോലെ, അല്ലെങ്കിൽ പിന്നെ കള്ളന്മാരുടെ ഘോഷയാത്ര എന്ന് പറയും പോലെ ഒന്നിൽ തൊട്ട് ഒന്നൊന്നായി എണ്ണി ഗുരുദേവൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ഒന്നിൽ തൊട്ട് എണ്ണി അടുത്തതിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞൊരു ഗാനമുണ്ട്. ഞാൻ എൻ്റെ വിശദാംശം പറയുന്നില്ല. അപ്പോൾ 1 തൊട്ട് എണ്ണി അടുത്തതിലേക്ക് പോയി അവസാനം പ്രസൻറ്റ് മന്ത്രിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് പ്രസൻറ്റ് സാർ, കടകംപള്ളി സുരേന്ദ്രൻ പ്രസൻറ്റ് സാർ, പത്മകുമാർ പ്രസൻറ്റ് സാർ, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ അടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് വാസവനും ചോദ്യം ചെയ്യും. അത് കഴിഞ്ഞാൽ സാക്ഷാൽ കാരണഭൂതനായിട്ടുള്ള പിണറായിയുടെ അടുത്ത് മൊഴിയെടുക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഈ കേസിൽ SIT പോകുമോ?